നമസ്കാരം. ആടുജീവിതം ഇറങ്ങിയത് മുതൽ പൃഥ്വിരാജിനെ കുറിച്ചുള്ള അഭിനന്ദന കമന്റുകളും പോസ്റ്റുകളും കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ താരത്തെക്കുറിച്ച് പൂർണിമ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. തന്റെ മക്കൾക്ക് പൃഥ്വിരാജ് ഇൻസ്പിറേഷൻ ആണെന്നാണ് പൂർണിമ ഇന്ദ്രജിത്ത് പറയുന്നത്. രാജുവിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു യാത്ര അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ, അത് ഈ പറയുന്ന ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണെന്നും പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പൂർണിമ ഇന്ദ്രജിത്ത് പറഞ്ഞു. പൃഥ്വിയെക്കുറിച്ച് പൂർണിമ ഇന്ദ്രജിത്ത് പറഞ്ഞത്: നമുക്ക് ഓരോ വ്യക്തിയുടെയും യാത്ര കാണുമ്പോൾ അത് ഒരു നടനാകുമ്പോൾ ക്ലോസ് ആയി ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായും ഇത്രയും ജനപ്രീതി നേടിയ ഒരു സ്ഥാനമാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ടാകും. എന്നാൽ രാജുവിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു യാത്ര അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ, അത് ഈ പറയുന്ന ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. നടൻ എന്ന രീതിയിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, ഒരു താരമെന്ന രീതിയിൽ വേറെ കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. അത് ബാലൻസ് ചെയ്തു കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. എന്നാൽ അവനവന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് മാറാതെ അതിലേക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. നമ്മൾക്ക് നമ്മുടെ പല പല മേഖലകളിൽ നിന്നും സമയമെടുത്ത് നമ്മൾക്ക് അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പറ്റുകയുള്ളൂ. ഇതിനെല്ലാം കൃത്യമായ സാഹചര്യം ഒത്തുവരിക എന്ന് പറയുന്ന ഭാഗ്യം രാജുവിന് കൃത്യമായിട്ടുണ്ട്. ടാലന്റ് മാത്രം നമ്മളെ എവിടെയും എത്തിക്കില്ല. കയ്യിൽ കലയുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ദൂരം അതുമായി യാത്ര ചെയ്യണമെങ്കിൽ ആ ടാലന്റ് കൊണ്ട് മാത്രം പറ്റില്ല. അത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അത് കഠിനാധ്വാനം കൊണ്ടും കൂടിയേ വരികയുള്ളൂ. നിങ്ങൾ സ്മാർട്ട് ആയിരിക്കണം. അനിയനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്കാണ് അത് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഒരു അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഒരു അങ്കിൾ, മകൻ, ഭർത്താവ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ വളർച്ചയെ കണ്ട് അഭിമാനിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അത് ഞാൻ കുട്ടികളോടും പറയാറുണ്ട്. അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയല്ലേ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് അത് തരും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.